ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചി കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാൻസ് ആട്ടോ. ചിക്കു ചിക്കു പോം പോം ചിക്കു പോം പോം എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഇവൻ എന്താ ഇതുവരെ പോകാത്തത്? ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയാവൂലോ. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അതിനിപ്പോ എന്താ എന്റെ ഈശ്വര ഒരു വഴി. അവര് വരുന്ന സമയത്ത് അവര് പറഞ്ഞതാ ഇവൻ ഇവിടെ ഉണ്ടാകരുതെന്ന്. എന്നിട്ട് ഇവനെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാ. ഇവൻ എന്താ ഇന്ന് ജോലിക്ക് പോകാത്തത്? ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചേ പറ്റൂ. ഇവിടെ നിന്നാ ശരിയാവൂല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ സച്ചി ഡാൻസ് കളിക്കുക. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡാൻസ്. അങ്ങനെ നേരെ നമ്മുടെ ചന്ദ്ര ദേവിയുടെ അടുത്തേക്ക് ചെല്ല, പൂജാമുറിയിലേക്ക്. അങ്ങനെ അമ്മേ ദേവി മഹാമായെ, ഞാൻ ഇപ്പം പ്രാർത്ഥിച്ചതല്ലേ ഉള്ളൂ. അവര് വരുമ്പോ ഒരു തടസ്സം ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. സച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു താ എന്റെ മഹാമായേ. ഞാൻ നിന്നെ എന്നും വന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ, എന്തെങ്കിലും ഒരു വഴി തെളിയിച്ചതാ എന്നിങ്ങനെ വന്ന് ഭയങ്കര പ്രാർത്ഥന. സച്ചി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ചന്ദ്ര പ്രാർത്ഥന കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുക. എന്നിട്ട് പറഞ്ഞു, രേവതി അവനിന്ന് പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം രേവതി ചോദിച്ചു, ആര് പോകുന്നില്ല എന്നാ ചോദിച്ചത്? അതെ, നിന്റെ അനിയൻ കോളേജിൽ പോകുന്നില്ല എന്നാ ചോദിച്ചത്. പോവാതിരിക്കുവോ? അവനിന്ന് പോകുമായിരിക്കും. അല്ല, ഞാൻ അവനോട് വിളിച്ചു ചോദിച്ചിട്ട് അമ്മയോട് പറഞ്ഞാൽ മതിയോ? എന്റെ പൊന്നു രേവതി, നീ പൊട്ടി കളിക്കരുത് കേട്ടോ. നീ എന്ത് ചെയ്യാൻ പോവാ? പെണ്ണെ, ഞാനുണ്ടല്ലോ, നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? സച്ചി ജോലിക്ക് പോകുന്നില്ല എന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. ഓ, അമ്മയ്ക്കാ തലയ്ക്ക് വെളിവില്ലാത്തത്. അനിയൻ കോളേജിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു. ഇപ്പൊ സച്ചേട്ടൻ ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചു. ഇതെന്താ പറ്റിയത്? എടി, നിന്റെ കെട്ടിയവൻ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ അത് നീ പറ. അത് പിന്നെ പോകുന്നുണ്ട്. 10 മണി കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ഉണ്ട്, ആ സമയത്തേ പോകത്തുള്ളൂ. 10 മണി കഴിഞ്ഞു കേട്ടോ. അയ്യോ ഈശ്വര, 10 മണിക്ക് മുമ്പ് അവരെത്തൂല്ലോ. എന്താടി അവന് കുറച്ച് നേരത്തെ പോയാല്? അടുത്ത കാലത്തായിട്ട് അവന് ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല. നിനക്ക് അവനോട് പറയത്തില്ലേ ഒന്ന് നേരത്തെ ജോലിക്ക് പോകാന്? പറഞ്ഞാൽ എന്താ നിനക്ക്? അയ്യോ, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ ഒരു താല്പര്യക്കുറവുമില്ലമ്മേ. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാൻ, ഭയങ്കര ആത്മാർത്ഥതയാ. പിന്നെ 10 മണി കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനു നേരത്തെ പോകുന്നത്? അല്ല, നേരത്തെ പോയ വേറെ ട്രിപ്പും കിട്ടുമല്ലോ. അങ്ങനെ ട്രിപ്പ് കിട്ടുമായിരുന്നെങ്കിൽ നേരത്തെ പോകായിരുന്നില്ലേ? കിട്ടിയില്ലല്ലോ. എടി, ഇനി 10 മണിക്ക് ശേഷമുള്ള ട്രിപ്പാണെങ്കിൽ പോലും നേരത്തെ ഇറങ്ങുന്നത് നല്ലതാ. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ അങ്ങ് ചെല്ലത്തില്ലേ? ഇവളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക. നേരത്തെ പോട്ടെ അവന്. നീയേ ഒരു കാര്യം ചെയ്യാം, കറിയൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ രേവതിക്ക് ഒരു സംശയം, ഇതെന്തോ പറ്റി അമ്മയ്ക്ക്? ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു എത്തുമിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിന്നപ്പോഴത്തേക്കും, എടി രേവതി, നിന്നോടല്ലടി കറി എടുത്തിട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു പോവാ നമ്മുടെ ചന്ദ്ര. ഏതായാലും നമ്മുടെ ചന്ദ്ര ഡൈനിങ് ടേബിളിൽ ചെന്ന് എല്ലാം അങ്ങോട്ട് നിരത്തി വെക്കുകയാണ്. സച്ചിക്ക് എന്തേലും വിളമ്പി കൊടുക്കാറുണ്ടോ എന്റെ ചന്ദ്ര? എവിടെന്ന്? എന്നിട്ട് നമ്മുടെ സച്ചിക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ രേവതി കറിയൊക്കെ ആയിട്ട് വന്നപ്പോ രേവതിയോട് പറഞ്ഞു, എടി നീ പോയി പ്ലേറ്റ് എടുത്തിട്ട് പോ, പെട്ടെന്ന് ആട്ടെ എന്ന് പറഞ്ഞു. രേവതി പ്ലേറ്റ് എടുക്കാനും പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വിളിച്ചു പറഞ്ഞു, രേവതി, സച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു, നീ വേഗം വാ. മോനെ, നീ വന്നോടാ, നീ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചിയെ കിളി പോയോ എന്റെ അമ്മയുടെ? ഇത് എന്ത് പറ്റി നിന്ന് ചിരിക്കുന്നത്? എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ, എന്തോ ഒരു പന്തികേട്. അപ്പൊ വീണ്ടും നമ്മുടെ ചന്ദ്ര, രേവതി നിന്നോടല്ലടി പറഞ്ഞത് വേഗം പ്ലേറ്റ് എടുത്തോണ്ട് വരാന്. അവൻ വന്നു, വേഗം വാ രേവതി എന്ന് പറഞ്ഞു. അപ്പൊ രേവതി പ്ലേറ്റ് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നിരത്താണ്. അപ്പോഴത്തേക്കും രേവതി പറയാ, എന്റെ പൊന്നമ്മ, അത് പൊട്ടും, പതുക്കെ. ഞാൻ എന്തേലും ചെയ്തോളാം. എന്റെ പൊന്ന് രേവതി, നീ ആ ഭക്ഷണം എടുത്ത് ഇങ്ങോട്ട് വെച്ചേ. അല്ല വേണ്ട, ഞാൻ ഇതെടുത്ത് കൊടുത്തോളാം, നീ അടുക്കളയിലേക്ക് ചെല്ല് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി വീണ്ടും നോക്കുക ചന്ദ്രനെ. അപ്പൊ രേവതി പോകാൻ തുടങ്ങി. ഇപ്പൊ നിക്ക് രേവതി എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു പിച്ചു കൊടുത്തു. എന്ത് സച്ചേട്ടായി കാണിക്കുന്ന? കൈ വേദനിക്കുന്നു. അതെ, സ്വപ്നമാണോന്ന് നോക്കിയതാ. എന്നെ മുമ്പിൽ കണ്ടാൽ പോലും മുഖം തിരിച്ചു പോകുന്ന ആളായത്. ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? എന്ത് പറ്റി എന്റെ അമ്മയ്ക്ക്? രേവതി, എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ല, ഇനിയിപ്പം എന്റെ മുഖം ശ്രുതിയുടെ മുഖം പോലെ തോന്നുന്നുണ്ടോ?
എല്ലാം നിനക്കൊരു തമാശയാ. എന്റെ പൊന്ന് സച്ചി, നീ വേഗം ഭക്ഷണം കഴിച്ചേ. ദേ, ആരോഗ്യം പാഴാക്കരുത് കേട്ടോ. അല്ല സോറി, ആരോഗ്യം നശിപ്പിക്കരുത് കേട്ടോ. ആരോഗ്യം കേടാക്കരുത് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഭക്ഷണം അങ്ങോട്ട് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അമ്മ അത് അങ്ങനെയല്ല വിളമ്പി കൊടുക്കണ്ട, ഞാൻ വിളമ്പി കൊടുക്കാം. പിന്നെ നീ കൊണ്ട് മാറി നിൽക്കുക, എന്റെ മോന് വിളമ്പി കൊടുക്കാം, എനിക്കറിയാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് വിളമ്പി കൊടുക്കുന്നു, വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ഭയങ്കരമായിട്ട് സ്നേഹം. നമ്മുടെ സച്ചി വീണ്ടും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇത് എന്താ പറ്റിയത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. അപ്പൊ രേവതി ചോദിച്ചു, അല്ല ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമോ? ആ, ഓട്ടം കുറവാ, ഭക്ഷണം കഴിക്കാൻ വരും. എന്റെ പൊന്ന് രേവതി, നീ എന്താ രേവതി പറയുന്നത്? പുറത്തേക്ക് നോക്ക്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താ അമ്മ ഈ പറയുന്നത്? പുറത്തല്ലാതെ വീടിനകത്ത് മഴ പെയ്യുവോ? എടാ എന്റെ സച്ചി, നീ എന്തിനാ വീട്ടിലേക്ക് വരുന്നത്? മഴ നനഞ്ഞ് വല്ല പനിയും വരുത്തണോ? ഉച്ചത്തേക്കുള്ള ഭക്ഷണം എടുത്ത് കൊടുത്ത് വിട് രേവതി, അല്ലാതെ ഇവന് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? എങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെക്കട്ടെ? ആ, അമ്മ പറഞ്ഞല്ലേ, എടുത്തു വെച്ചേരെ. ഇനിയിപ്പൊ എനിക്ക് പനി വന്നാലേ അമ്മയ്ക്ക് വിഷമാകും. ആ, അതെ മോൻ വേഗം മോൻ വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഏതെങ്കിലും കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് കിളി പോയൊരു മട്ടാണ്. അപ്പോഴത്തേക്ക് സുധി വന്ന് പറഞ്ഞു, അതെ എനിക്കും ഭക്ഷണം എടുത്തു വെക്കേ, എനിക്ക് ഭയങ്കര വിശപ്പ്. ഇപ്പൊ നീ കഴിക്കണ്ട, നിനക്ക് പിന്നെ കഴിക്കാം, നീ ലേറ്റ് ആയിട്ടല്ലേ പോകുന്നു, ഇപ്പൊ സച്ചി കഴിക്കട്ടെ. അയ്യോ അമ്മ, ഒരു മുട്ടയെങ്കിലും താ അമ്മ. എന്റെ പൊന്നടാ, നീ പോടാ, നീ പോയി മാറിയിരിക്കടാ, സച്ചി കഴിക്കട്ടെടാ എന്ന് പറഞ്ഞു. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചി നീ പെട്ടെന്ന് കഴിച്ചോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ രേവതിനെ വീണ്ടും വിളിക്കുക. അതെ രേവതി, ലജ്ജ എടുത്ത് വെക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ടമ്മേ. അവൾ എടുത്ത് വെക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ പെട്ടെന്ന് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ഓടിപ്പോവാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇത് കിളി പോയത് തന്നെ, എന്തോ പറ്റിയിട്ടുണ്ട്. ആർക്കറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ സുതി മാറി നിന്നിട്ട്, അയ്യോ നല്ല പൂരി മസാല ആയിരുന്നു, എന്നിട്ട് എനിക്ക് മാത്രം എന്റെ ഈശ്വര ഇങ്ങനെ ഒരു വിധി. കഴിക്കാൻ തോന്നുമ്പോ കഴിക്കാനും പറ്റുന്നില്ല. വിശന്നിട്ട് വയറങ്ങ് കായുക. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി കഴിച്ചോണ്ടിരിക്കട്ടോ. അതിനിടയ്ക്ക് സച്ചി പാട്ട് പാടുന്നുണ്ട്, എന്തിവിടെ നടക്കുന്നു, കാക്ക മലന്നു പറക്കുമോ ഇന്ന് എന്നൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാണ് സച്ചി ആഹാരം കഴിക്കുന്നത്. ഏതായാലും സച്ചിക്ക് തന്നെ ഒരു അതിശയമാണല്ലോ മൊത്തം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, അല്ല നീ ഭക്ഷണം കഴിച്ചില്ലേന്ന് ചോദിച്ചു. സുധിയുടെ അടുത്താട്ടോ രവീന്ദ്രൻ വന്നതാ. അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു, ഇല്ല ഞാൻ കഴിച്ചില്ല, വാ അച്ഛൻ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നമുക്ക് കഴിക്കാം. അല്ല നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അത് പിന്നെ കഴിച്ചിട്ട് പോകാന്ന് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അച്ഛാ. ഓ ആണോ, കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സച്ചി എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് ചോദിച്ചു, മതിയോ നിനക്ക്? മതി അമ്മ, എനിക്ക് മതി. എങ്കിൽ പിന്നെ മോനൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോയി കൈ കഴുകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി പോകുന്നതും കാത്ത് ചന്ദ്ര ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിനിടയിൽ നമ്മുടെ ചന്ദ്ര വീണ്ടും വിളിച്ചു പറയുക, ഇടി രേവതി ലഞ്ച് കൊണ്ടുപോവാ, സച്ചിക്ക് പോകാൻ ടൈമായി, പെട്ടെന്ന് കൊണ്ടുപോവാ. ടൈമായോ അമ്മ, എന്താ ഈ പറയുന്നത്? ടൈമായി, ജോലിക്ക് പോകുമ്പോഴേ കുറച്ച് നേരത്തെ ഇറങ്ങണം. ഒരു കാര്യം ചെയ്യ് രേവതി, പെട്ടെന്ന് എടുത്തോണ്ട് വാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പോയി ലഞ്ചൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അതെ പിന്നെ രേവതി ഞാൻ പോട്ടെ. അപ്പൊ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എടി പൊക്കോന്ന് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ അവൻ പോവത്തില്ല. എന്നാ പിന്നെ പോയിട്ട് വാ സച്ചേട്ടാ എന്നിങ്ങനെ രേവതിയും പറഞ്ഞു കേട്ടോ. രേവതിക്കും എന്തോ മനസ്സിലായി, ചന്ദ്രയ്ക്ക് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പൊ സച്ചി ഇച്ചിരി വരെ എന്ന് പറഞ്ഞാല് അങ്ങ് തിരിഞ്ഞു പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട്, അച്ഛാ ഞാനും പോവാട്ടോ അച്ഛാ. നീ പോവാണോ? പൊക്കോ മോനെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സച്ചി പോകാൻ ആശ്വാസമായിട്ട് പോകാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ചന്ദ്ര നിന്നപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സച്ചി പുറകിലേക്ക് തിരിഞ്ഞിട്ട്, അതെ അമ്മേ സുധി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പം, മോനെ നീ പൊക്കോ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് സുധി, ഇവനെന്തിനാ എന്നോട് പറയുന്നത്, ഇവനങ്ങനെ പറയാറില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ചോദിച്ചു, ഇതെന്താ ആദ്യമായിട്ടൊരു ചോദ്യം? ചോദിക്കണം തോന്നി, ഏതായാലും ഞാൻ പോട്ടെടാ, ബൈ ബൈ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്രയടാ ഒന്ന് വേഗം പോടാ, അവരിപ്പൊ എത്തും, എന്റെ ഈശ്വര ഇവൻ എന്താ പോകാത്തതെന്ന് മനസ്സിലിങ്ങനെ പയാകുക കേട്ടോ നമ്മുടെ സച്ചിനെ. പുറമെ വന്നിട്ട് ഇളിച്ചോണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി വീണ്ടും കയറി വന്നിട്ട്, അതെ പൗഡർ എടുത്തി ഞാൻ ജോലിക്ക് പോവാണേ, ടാറ്റ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്ത് പറ്റി? അപ്പം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇവന് വട്ടായതാണോ എനിക്ക് വട്ടായതാണോ, എന്ത് പറ്റി, എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ സച്ചി നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ, അത് പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ പുറത്തു പോകുമ്പോ എല്ലാവരും ഒരുമിച്ച് എല്ലാവരോടും ഒരുമിച്ച് യാത്ര പറഞ്ഞിട്ട് പോണെന്ന്, അതും കൊണ്ടാ. ഏതായാലും ഇനി ഞാൻ പോവാ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, മോനെ നീ പോടാ, സമയം പോവൂടാ. പോവൂ അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോകാൻ തുടങ്ങി കേട്ടോ.
അപ്പോഴത്തേക്ക് വീണ്ടും പോവാൻ തുടങ്ങിയിട്ട് വീണ്ടും സച്ചി തിരിച്ചു കയറിയിട്ട് രേവതി ഈ ലഞ്ച് ബോക്സിനകത്ത് എന്നതാ. അത് പിന്നെ ഇതിനകത്ത് ഉച്ചക്കത്തെ ഭക്ഷണം ഇപ്പൊ കഴിച്ച ഭക്ഷണം തന്നെയാ, പൂരി മസാല. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും എന്ന് ഓർത്തിട്ട് ഞാൻ വേറൊന്നും ഉണ്ടാക്കിയില്ല, അതാ സത്യം എന്ന് പറയുന്നത്. സാരമില്ല, പൂരി മസാല എങ്കിൽ പൂരി മസാല. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, ഈ മുന്തിരിങ്ങയും ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ ഈ നെയ്യിലിട്ട് വരട്ടുന്ന നല്ല സ്മെല്ല്. അതെന്താ രേവതി ആ ഒരു സ്മെല്ല് വരുന്നത്? അപ്പോഴത്തേക്ക് വീണ്ടും ചന്ദ്രയാണെങ്കിൽ അയ്യോ ഇവൻ എന്താ പോകാത്തത് എന്റെ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ടാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടാ അത് തുറന്നു നോക്കുമ്പോ നിനക്ക് അറിയത്തില്ലേ, നീ ഒന്ന് പോടാ, സമയമായി എന്ന് പറഞ്ഞു. സമയമായെന്നോ? എന്ത് സമയമായെന്ന് അമ്മ, എന്ത് സമയമായെന്ന് ഈ പറയുന്നത്? അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ സമയമാണെങ്കിൽ ഞാൻ പോവാണ് കേട്ടോ എന്നും പറഞ്ഞു പിന്നെ അങ്ങ് ഇറങ്ങി പോയിട്ടോ. ചന്ദ്ര എന്റെ ഈശ്വര, അവൻ ഇനി കയറി വരാൻ തോന്നരുതേ, അവന് പോയാ മതിയായിരുന്നേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സച്ചി പോയി കഴിഞ്ഞ് ഓടി ചെന്ന് നമ്മുടെ സുധി ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, സുധി നീ ഇരിക്കാൻ പോവാണോ ഭക്ഷണം കഴിക്കാൻ? നീ അവിടെ ഇരിക്കാതെടാ, ഇങ്ങ് വന്നേടാ, പിന്നെ ഭക്ഷണം കഴിക്കാം. എന്താ അമ്മേ, എനിക്ക് വിശക്കുക. അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യ, ഈ സോഫയൊക്കെ അങ്ങ് പിടിച്ച് സെറ്റാക്കി വെക്കേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞൊരു വിളി. വേറെ ആരുമല്ല, നമ്മുടെ സച്ചി ആട്ടോ. അയ്യോ എനിക്ക് വയ്യായേ എന്റെ ഈശ്വരാ, എന്റെ വയറ് വേദനിക്ക് എന്റെ ഈശ്വരാ. അയ്യോ രേവതി, എന്തോ പറ്റി എന്റെ വയറിന്? അമ്മേ എന്റെ വയറിന് എന്തോ പറ്റി, എനിക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് കേറിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ബാത്റൂമിൽ കേറിയിട്ട് പോകാനോ? എന്താടാ സച്ചി നീ പറയുന്നത്? സമയം പോകൂടാ. സമയം പോകുന്നു, അപ്പൊ എനിക്ക് ബാത്റൂമിൽ പോകണ്ടേ? എന്താ ഈ അമ്മ വിളിച്ചു പോയി പറയുന്നത്? ചന്ദ്രയോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര ഈ പറയുന്നത്? അവന് ബാത്റൂമിൽ പോകണമെങ്കിൽ അവന് ബാത്റൂമിൽ പോട്ടെ, അവന് വയറുവേദന എടുത്തിട്ടല്ലേ വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഓടി കയറി ബാത്റൂമിൽ ലോക്ക് ചെയ്ത് അതിനകത്തങ്ങ് ഇരുന്നു കേട്ടോ. നമ്മുടെ ചന്ദ്രയുടെ കിളിയും ജീവനും എല്ലാം പാതി പോയി എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പം ബാത്റൂമിനകത്തുനിന്ന് ഇറങ്ങുമ്പോ ഒരു സമയമാവില്ല നമ്മുടെ സച്ചി, അതിനു മുമ്പ് അവരെത്തുകയും ചെയ്യും. ആകെ പാടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് ഒരു ഡൗട്ട്. രവീന്ദ്രൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മ എന്തിനാ മക്കളെ ബാത്റൂമിൽ പോകുമ്പം അവനെ തടഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കറിയില്ല എന്ന് സുധി പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നത് രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. അത് പിന്നെ ഒന്നുമില്ല രവിയേട്ടാ, പിന്നെ നമ്മുടെ വർഷേ ശ്രീകാന്തും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓഹോ, അപ്പോഴല്ലേ രാവിലെ മുതൽ നിനക്കൊരു വെപ്രാളമൊക്കെ തുടങ്ങിയത്? എനിക്കിപ്പൊ മനസ്സിലായി. അല്ല അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അല്ല ചന്ദ്രേട്ടാന്നല്ല, സോറി, രവിയേട്ടനല്ലേ പറഞ്ഞത് അവരിങ്ങോട്ടേക്ക് വന്നാ കുഴപ്പമില്ല എന്ന്. പിന്നെ എന്താ പ്രശ്നം? അതെ, വർഷേനെ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവിടണമെന്നാ ഞാൻ പറഞ്ഞത്. വർഷയുടെ ശ്രീകാന്തിന്റെ കൂടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്, അവരും വരുന്നുണ്ട്, അവരാ ഇവിടെ കൊണ്ടുവിടുന്നത്. അപ്പൊ സുധി ചോദിച്ചു, എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണോ? അതേ മോനെ, അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഇപ്പം തന്നെ എത്തും. ദേ എത്തിന്ന് തോന്നുന്നു, ഹോണടി കേട്ടോന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്തും അതുപോലെ നമ്മുടെ വർഷയുടെ അമ്മയും ആണ് കേട്ടോ ഉള്ളത്, അച്ഛനില്ല കേട്ടോ. അപ്പം അവര് വീടിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് അവര് വിളിച്ച് ബാ ആന്റി, ബാ വർഷ, വീടിനകത്തേക്ക് കയറി വന്ന് പറഞ്ഞ് വിളിച്ച് വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുക. ഇവര് വന്ന ഉടനെ തന്നെ, ഇവരെ കണ്ട ഉടനെ തന്നെ ചന്ദ്ര മോനേന്നും വിളിച്ചോണ്ട് ഓടിച്ചെന്ന് അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ കണ്ട ഉടനെ തന്നെ പേടിച്ചു പോയിട്ടോ നമ്മുടെ ചന്ദ്ര. എന്നിട്ടും പറഞ്ഞു, നിങ്ങൾ കയറി അകത്തേക്ക് കയറി വാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ അച്ഛൻ വിളിക്കാതെ എന്റെ പൊന്ന് രവിയേട്ടാ, അവരെ വിളിക്ക്, പറഞ്ഞതുപോലെ അമ്മേനെയും കൂട്ടിയല്ലേ വർഷ വന്നത്, പ്ലീസ് ഇവരോട് അകത്തേക്ക് കയറി വരാൻ പറ രവിയേട്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ടോ. രവീന്ദ്രൻ അന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ വർഷ ഹായ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു ഫോമിലൊക്കെ നിൽക്കുന്നത്. നമ്മുടെ വർഷയുടെ സ്വഭാവം അറിയാലോ, വർഷയ്ക്ക് എല്ലാവരോടും ഇങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല, എല്ലാവരോടും അങ്ങനെ മിങ്കിളായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു വർഷം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈൻഡ് ചെയ്ത് ആലോചിക്കുകയാണ്. വർഷയുടെ അച്ഛനും അമ്മയും നമ്മുടെ രവീന്ദ്രനെ കുറ്റപ്പെടുത്തുന്നതും അവരെ കളിയാക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. തികട്ടി വരികയാണ്. അത് ഓർക്കുമ്പോഴത്തേക്കും വർഷയുടെ മുഖത്ത് നോക്കാനോ അതുപോലെ തന്നെ വർഷയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും നമ്മുടെ രവീന്ദ്രന് സാധിക്കുന്നില്ല. ഈ സമയത്താണ് ചന്ദ്ര പെട്ടെന്ന്, അയ്യോ ഈശ്വര, ഞാൻ മറന്നു, നിങ്ങളെ ഇവിടെ തന്നെ നിൽക്ക്, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതല്ലേ, അപ്പം ആരതി ഒഴിഞ്ഞു വേണ്ട കയറ്റാനെ. ശ്രുതി, നീ ആ ആരതി തട്ട എടുത്തിട്ട് വരാൻ പറഞ്ഞു. ശ്രുതി നേരെ പോയി ആരതി തട്ട എടുക്കാൻ ചെന്നു. അപ്പോഴത്തേക്ക് രേവതി അവിടെ നിൽക്കല്ലേ. അപ്പൊ രേവതിയോട് ചന്ദ്ര പറഞ്ഞു, നീയും കൂടെ പോകാൻ പറഞ്ഞു. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഒരു മരുമകളെ മാറ്റി നിർത്തിയെന്ന് അവര് കണ്ടു കഴിഞ്ഞാൽ, അതായത് വർഷയുടെ അമ്മയും കണ്ടു കഴിഞ്ഞാൽ, വർഷയും കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ അത്.
അപ്പൊ തന്റെ മകൾക്കും ഇവിടെ അങ്ങനെ ഒരു വേറ്റുകൃതി ഉണ്ടാവുമെന്ന് അവർ ചിന്തിക്കൂലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്ര രേവതിയോട് പറഞ്ഞത് ആരതി തട്ട് എടുത്തോണ്ട് വരാൻ, രണ്ടുപേരും കൂടെ പോയി ഒരുമിച്ച് എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുധിയോട് ശ്രീകാന്ത് ചോദിക്കുക, അതെ ഏട്ടാ സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛനും സുഖമല്ലേ, അസുഖമൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും വീണ്ടും നമ്മുടെ രവീന്ദ്രൻ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഒരക്ഷരം മിണ്ടുന്നില്ല, മിണ്ടാൻ നമ്മുടെ രവീന്ദ്രന് കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ആലോചിക്കാണ് കഴിഞ്ഞു പോയ കാര്യങ്ങള്. അപ്പോഴത്തേക്കാണെങ്കിൽ ചന്ദ്രയാണെങ്കിൽ മനസ്സ് വിചാരിക്കുക, എന്റെ ഈശ്വര ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇവളെയും കൂട്ടിക്കൊണ്ട് പോവുമോ, ദൈവമേ ഇനിയിപ്പോ വർഷയുടെ അമ്മ ഇവളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പതുക്കെ നമ്മുടെ ചന്ദ്രൻ ഓർത്തത്, അയ്യോ ബാത്റൂമിൽ ഇരിക്കുന്ന സച്ചി ഇറങ്ങി വന്ന പ്രശ്നമാവൂലോ. ഏതായാലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ചന്ദ്ര പതുക്കെ പോയി ബാത്റൂം അങ്ങ് ലോക്ക് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി തട്ടുമായിട്ട് വന്നു ഇങ്ങനെ ആരതി ഒഴിയാനായിട്ട്. അപ്പൊ രേവതിയോട് ചന്ദ്ര പറഞ്ഞു, മോളെ രേവതി നീയും കൂടെ വാ, നീയും കൂടെ ചേർന്ന് വേണം ആരതി ഒഴിയാനെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ആരതി ഒഴിയാണ് കേട്ടോ. അപ്പം രേവതി പെട്ടെന്ന് അതിശയിച്ചു പോയി. ഇങ്ങനെ ഒരു കാര്യത്തിനൊന്നും നമ്മുടെ രേവതിനെ വിളിക്കുന്നതല്ലല്ലോ. പക്ഷെ രവീന്ദ്രന്റെ ഒരു സപ്പോർട്ടും വേണം നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പം രേവതിനെ ഇച്ചിരി സോപ്പിട്ട് നിന്നാൽ മാത്രമേ രവീന്ദ്രൻ സപ്പോർട്ടും ചെയ്യത്തുള്ളൂ അറിയാം ചന്ദ്രയ്ക്ക്. അതുകൊണ്ടാണ് കേട്ടോ ചന്ദ്ര അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ആരതി ഇങ്ങനെ ഒഴിയാണ്. രണ്ടുപേരും കൂടെ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, മോളെ ശ്രുതി ഇത് വെളിയിൽ കൊണ്ടുപോയി തട്ടിക്കള എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങ് പോയി. രേവതിയാണ് കേട്ടോ പുറത്ത് തട്ടുകൊണ്ടുപോയി തട്ടിക്കളഞ്ഞത്, ആ ഒരു താലത്തിലെ തട്ടുകൊണ്ട് തട്ടിക്കളഞ്ഞത്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ വർഷയുടെ അച്ഛൻ മാത്രമേ ഉള്ളോ, അല്ല അമ്മ മാത്രമേ ഉള്ളോ, അച്ഛനില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആകെ ഞെട്ടിപ്പോയിട്ടോ, വർഷയും ഞെട്ടിപ്പോയി, ശ്രീകാന്തും ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ എന്റെ ഭർത്താവിന് ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല, ഓഫീസിൽ ഒത്തിരി ജോലിയുണ്ട്, അതാ വരാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ്. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും വീട്ടിൽ കയറ്റോ ഇല്ലോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അല്ലെ. എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് ഞാൻ ഇന്ന് വൈകിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നയനുടെയും ആദർശിന്റെയും വിശേഷം ഇപ്പൊ തന്നെ നമ്മൾ ഒരു 7:30 കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ശനിയാഴ്ചയാണ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി, മക്കൾക്ക് പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് കേട്ടോ ഇച്ചിരി ലേറ്റ് ആയിപ്പോയത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.